ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ ഇഷ്യൂസ് സോൺ. ഇപ്പോൾ നമ്മളവിടെ KSEB ഇലക്ട്രിസിറ്റി വർക്കറിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളവിടെ ITI ലെവൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് എക്സാംസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ KSEB വർക്കറിന്റെ സിലബസ് ITI ലെവൽ തന്നെ ആയതുകൊണ്ട് ITI ലെവൽ എക്സാംസ് ഇതുവരെ ചോദിച്ച മൊഡ്യൂൾ 3, മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ പാർട്ട് 1 ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട് 2, 3 ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇന്നിപ്പോ നമ്മളിപ്പോ വന്നിട്ടുള്ളത് മൊഡ്യൂൾ 3 ആണ്. അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോഴെന്താ, നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്താ പാർട്ട് 1 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ PYQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ PYQസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്നാലും 1 by 1 ആയിട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഇതിൽ നമ്മൾ 75 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പാർട്ട് 1 മൊഡ്യൂൾ 1 എനിക്ക് തോന്നുന്നു 60, പാർട്ട് 2 മൊഡ്യൂൾ 2 എനിക്ക് തോന്നുന്നു 70, ഒരു 80 ആ റേഞ്ചിൽ. ഇതിപ്പോ 75 ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3 capacitors 25 millifarad, 125 millifarad, 150 millifarad are connected in parallel. Find the value of total capacitance. നമുക്ക് അവിടെ കപ്പാസിറ്റൻസ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1/C equivalent is nothing but 1/C1 plus 1/C2 plus etc. അല്ലെ. ഇപ്പൊ പാരലൽ ആണെന്നുണ്ടെങ്കിലോ C equivalent is nothing but C1 plus C2 plus etc. അപ്പൊ ഇവിടെ എന്താ പാരലൽ ആണ്, നമുക്ക് അവിടെ തന്നിട്ടില്ല. അപ്പൊ C equivalent is nothing but 25 plus 125 plus 150, that much millifarad. 25, 120, 150 plus 150, 300 millifarad ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, 300 millifarad. ഇനിയിപ്പോ ഇതിപ്പോ മൂന്നും പാരലായിട്ട്, സോറി സീരീസ് ആയിട്ടാണെങ്കിൽ എത്രയാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. റെസിസ്റ്റൻസിന്റെ കേസിലും നമുക്കറിയാം R1 R2 ഒക്കെ സീരീസ് ആണെന്നുണ്ടെങ്കിൽ R1 plus R2. പാരൽ ആണെന്നുണ്ടെങ്കിലോ 1/R equal to 1/R1 plus 1/R. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അവിടെ പറഞ്ഞു പോവാം. വാട്ട് ഈസ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റൻസ് വോൾട്ടേജ് ആൻഡ് ചാർജ്? നമ്മൾക്കറിയാം Q ഈസ് നത്തിങ് ബട്ട് C into V ആണ്. C ഈസ് നത്തിങ് ബട്ട് Q by V ആണ് അല്ലെ. അപ്പോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. C ഈസ് നത്തിങ് ബട്ട് Q by V. അതിനടുത്ത് ഹൗ ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ക്യാൻ ബി ഡിക്രീസ്ഡ്. നമുക്കറിയാം C ഈസ് നത്തിങ് ബട്ട് എപ്സിലോൺ ഇൻറ്റു A by D ആണ് അല്ലെ. ഒന്നുകിൽ D കൂട്ടണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ എന്താ ഏരിയ കുറക്കണം. ഇൻക്രീസിങ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്, ഡി കൂട്ടിയാൽ മതി. ഡി കൂട്ടി കഴിഞ്ഞാൽ സി കുറയും അല്ലെ. അപ്പൊ ഇവിടെ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കണ്ടില്ലേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതെങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം. കപ്പാസിറ്റർ ഇക്വേഷനെ ബേസ് ആയിട്ട് ചോദിക്കാം, കപ്പാസിറ്ററിന്റെ കോമ്പിനേഷനെ ബേസ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അതിനടുത്ത് നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ദി സെയിം പൊളാരിറ്റി ഡ്യൂറിംഗ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ദി സെയിം പൊളാരിറ്റി ഡ്യൂറിംഗ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ? നമ്മളെടുത്ത മൊഡ്യൂൾ 3 ഏറ്റവും ആദ്യം നമ്മളെടുത്താണ് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്. അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്താ, ഓരോ ടോപ്പിക്കിൽ ഇന്ന വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ വരിക സെയിം പൊളാരിറ്റി ആണ്. അപ്പൊ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ കപ്പാസിറ്റർ വോൾട്ടേജ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, if the capacitance of a parallel plate capacitor is C, if the area of the conductor is doubled and the distance between separation between the conductors is halved, then change in capacitance is equal to. എന്താ പറഞ്ഞിരിക്കുന്നത്? സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്സിലോൺ ഇൻറ്റു A by D ആണ്. ഇപ്പൊ C ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ ഇൻറ്റു ഏരിയ ഡബിൾ ചെയ്തു, പിന്നെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദി കണ്ടക്ടർ ബിറ്റ്വീൻ ദ കണ്ടക്ടർ ഇസ് ഹാഫ്ഡ്, D/2. D/2. അപ്പൊ എപ്സിലോൺ ഇൻറ്റു A by D, മുകളിൽ ഒരു 2 ഉണ്ട്, 2a-ന്റെ 2 ഉണ്ട്, D/2-ന്റെ 2 കൂടെ അങ്ങോട്ട് പോയി. അപ്പോ C ഡാഷ് ഇസ് നത്തിങ് ബട്ട് എപ്സിലോൺ ഇൻറ്റു A by D ഇൻറ്റു 4. അപ്പൊ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 4C. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ക്ലിയർ ആണ്.
If two capacitors C1 and C2 are connected in series, then the value of effective capacitance should be C1 ഉം C2 ഉം സീരീസ് ആകുമ്പോൾ 1/C is nothing but 1/C1 plus 1/C2. അപ്പൊ നമുക്ക് കിട്ടുന്ന C equivalent എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Which should be less than C1 C2. അല്ല C1 അല്ലെങ്കിൽ C2 നെക്കാട്ടി എന്തായിരിക്കണം? ലെസ് ക്വാണ്ടിറ്റി ആയിരിക്കണം അല്ലെ? സോറി C1 ഓർ അല്ലെ C1 ആൻഡ് C2 എങ്ങനെയാണെങ്കിലും പറയാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. Okay, it should be less than C1 and C2. Okay, it should be less than C1 and C2. ഇതിൽ ഏതാണ് ലോവസ്റ്റ് അതിനെക്കാട്ടി ലോവസ്റ്റ് ആയിരിക്കും C equivalent ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. Which of the following factors affect the current through a capacitor? The frequency of the applied voltage ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ് ഈസ് ബന്ധപ്പെട്ട വൺ ബൈ ടു പൈ എഫ് സി എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും വരും. അപ്പോ കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ ഒബ്വിയസ്ലി ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി അപ്ലൈഡ് വോൾട്ടേജ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 1, 2 and 3 ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ദാറ്റ് റിക്വയർസ് 1 millicoulomb ടു ചാർജ് ഇറ്റ് ടു 550 വോൾട്ട്? നമുക്കറിയാം സി ഈസ് നത്തിങ് ക്യൂ ബൈ വി ആണ് അല്ലെ? നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 1 millicoulomb ആണ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് 50 വോൾട്ട്. അപ്പൊ 1/50 എന്ന് പറയുമ്പോൾ 0.02 അല്ലേ വരാം? 1/5.2. ഇപ്പൊ രണ്ട് ആൻസർ 20 മില്ലി ഫാരഡ് രണ്ടോട്ടം വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ 1 മൈക്രോ ഫാരഡ് ആയിരിക്കും. അപ്പൊ 20 മൈക്രോ ഫാരഡ് ആണ് കറക്റ്റ് അല്ലെ? 0.02 -2 into 10⁵ ആവും. അപ്പൊ 20 into 10⁶ എന്ന് പറഞ്ഞ ഏതാണ് വരും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ക്ലിയർ അല്ല? If three different capacitors are connected in series to a DC supply, the greater voltage which will appear across the capacitor having largest capacitance. അല്ലെ? ഇനിയിപ്പോ എന്താ പറയുക, പാരലാണെന്നുണ്ടെങ്കിൽ സോറി ലാർജസ്റ്റ് ആണോ? നമ്മള് കൺഫ്യൂഷൻ ആവല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇത് എന്താ പറയുക, നിങ്ങൾക്ക് റെസിസ്റ്ററും കപ്പാസിറ്ററും അല്ലെങ്കിൽ സീരീസും ഇതും തമ്മിൽ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ആവരുതെന്ന് പറഞ്ഞ ഇതാണ്. എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ സീരീസ് എന്ന് പറയുമ്പോൾ 1/C പ്ലസ് 1/C1 പ്ലസ് 1/C2 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ദ ഗ്രേറ്റർ വോൾട്ടേജ് വിൽ അപ്പിയർ അക്രോസ് ദി കപ്പാസിറ്റർ ഹാവിംഗ് സ്മോളസ്റ്റ് കപ്പാസിറ്റൻസ്. ഓക്കെ, സ്മോളസ്റ്റ് കപ്പാസിറ്റൻസ്. ക്ലിയർ അല്ല? അതേപോലെ ഇപ്പം ഓക്കെ, സ്മോളസ്റ്റ് കപ്പാസിറ്റൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 3 equal capacitors are provided. In which of the following combination least equivalent capacitance will be obtained? ലീസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം? സീരീസിലായിരിക്കണം അല്ലെ? എല്ലാം സീരീസിലാണെങ്കിലാണ് ലീസ്റ്റ് കപ്പാസിറ്റൻസ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, 13. 3 capacitors having values are connected in series and in parallel. Calculate the equivalent for each combinations. ഏറ്റവും സീരീസിലാകുമ്പോൾ എന്താ? 1/2 പ്ലസ് 1/3 പ്ലസ് 1/4. പാരലൽ ആകുമ്പോൾ 2 പ്ലസ് 3 പ്ലസ് 4. 9 ഫാരഡ്. ഓക്കെ, 9 ഫാരഡ് പാരലൽ എന്ന് പറയുമ്പോൾ ഇതും ഒഴിവാക്കാം, ഇതും ഒഴിവാക്കാം അല്ലെ? പിന്നുള്ളത് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 ആണ്. അപ്പൊ ഇത് നമുക്ക് 1/2 എന്ന് പറഞ്ഞാൽ എത്ര? 0.5. 1/3 എന്ന് പറഞ്ഞാൽ 0.3. 1/4 എന്ന് പറഞ്ഞാൽ 0.25. 5 3 8 2 9. 0.95. 0.95 ഉണ്ടോ? ഓക്കെ, 0.9234. അല്ലെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒന്ന് സീരീസ് ആകുമ്പോഴുള്ള വാല്യൂസ് നോക്ക്. 10 എന്തായാലും വരുമോ? ഇല്ല, ഇതിലുള്ളതിനെക്കാട്ടി എല്ലാം ഗ്രേറ്റർ ആണ് 10. അപ്പൊ 10 എന്തായാലും വരൂല. ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഇത് ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഏറ്റവും നോക്കാം എന്താ പറയുക, സീരീസ് പാരലാണോ നോക്കാം. 2 3 5 4 9. 9 ആകുമ്പോൾ 9 പാരലാണ്, പാരലില്ല. അപ്പൊ ഇത് ഒഴിവാക്കാം, ഇത് ഒഴിവാക്കാം. പിന്നെയുള്ളത് രണ്ടെണ്ണമാണ്, 9F ഇൻ പാരലൽ, 9F ഇൻ പാരലൽ.
അപ്പൊ ഇനിയിപ്പോ സീരീസ് ആകുമ്പോഴേ 1/2 അതാണ് വരിക. അപ്പൊ എന്തായാലും അതെന്തായാലും 10 ആയിരിക്കും. അല്ല, അപ്പൊ നേരെ ഓപ്ഷൻ സിയിലേക്ക് പോവാം. ഓക്കെ, കാരണം വെച്ചാൽ വേറെ ഒന്നും ഇതില് ആൻസർ വരാൻ സാധ്യതയില്ല. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ വെച്ചിട്ട് ചെയ്യാം. ഈ 1/2 + 1/3 + 1/4 ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചും കൂടി നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ എഫക്റ്റിംഗ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പ്ലേറ്റ്സ് ആർ റെഡ്യൂസ്ഡ് ഇൻ ദി കപ്പാസിറ്റർ? നമുക്കറിയാം സി ഈസ് നത്തിങ് ബട്ട് എപ്സിലോൺ എ ബൈ ഡി ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു റെഡ്യൂസ് ചെയ്താൽ കപ്പാസിറ്റൻസ് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. വിച്ച് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട്? ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ടിൽ നമ്മുടെ മോണോലിത്തിക് കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ, മോണോലിത്തിക് കപ്പാസിറ്റർ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്? എന്താ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെ. അതിൽ എങ്ങനെ ഡൗട്ട് കാര്യങ്ങളൊന്നും വരാനില്ല, സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ക്യാൻ ബി ഫൗണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ്? ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് അല്ലെ. അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്, ജി ഫോർ ജനറേറ്റർ അല്ലെ. അപ്പോ അതില്ല കേട്ടോ. ഓക്കെ, റൈറ്റ് ഹാൻഡ് റൂൾ ആണ്, ലെഫ്റ്റ് അല്ല റൈറ്റ് കേട്ടോ. ഓക്കെ, 19 1 വെബർ പെർ സെക്കൻഡ് ഈസ് കോൾഡ്. 1 വെബർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഈസ് ബട്ട് d5/dt ആണ് എന്നുള്ള ഒരു തോട്ട്. അപ്പൊ 1 വോൾട്ട് അല്ലെ. 1 വോൾട്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇത് കണ്ടില്ല, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. വെബർ പെർ സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോ ഓമോ അല്ലെ, വോൾട്ടോ അല്ലെ, വാട്ടോ, അതെങ്ങനെ അങ്ങനെ വരിക? അപ്പൊ നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യാം. ഈസ് ബട്ട് d5/dt അല്ലെ. വെബർ ആണ് ഫ്ലക്സിൻ്റെത്, ടൈമിൻ്റെത് സെക്കൻഡ് ആണ്. അപ്പൊ വെബർ പെർ സെക്കൻഡ്. അപ്പൊ ഇതിന് 1 വോൾട്ട് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, 20th ക്വസ്റ്റ്യൻ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. അപ്പൊ ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഏരിയാസ് നോക്കി എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ബിൽഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്താ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് എന്താ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. 21, വാട്ട് ഇസ് ദി ഡയറക്ഷണൽ ഇൻഡിക്കേഷൻ ഓഫ് മിഡിൽ ഫിംഗർ അക്കോർഡിംഗ് ടു ദി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ജനറേറ്റർ ആണ്, ജി ഫോർ ജനറേറ്റർ. അപ്പൊ മിഡിൽ ഫിംഗർ എന്താണെന്നുള്ളതാണ്, എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ആണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ തമ്പും അതുകൂടാണ്ട് ഫോർ ഫിംഗറും എന്തിനാണെന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, താഴെ കമന്റ് ചെയ്യാം. 22, വാട്ട് ഇസ് ദ എക്സ്പാൻഷൻ ഫോം ഓഫ് എംഎംഎഫ് ആസ് റിഗാർഡിംഗ് ദി ഇലക്ട്രോമാഗ്നറ്റിസം? ഇത് നിങ്ങൾ തെറ്റരുത്, മാഗ്നറ്റിക് അല്ലെങ്കിൽ മാഗ്നറ്റോ. നിങ്ങൾക്ക് അവിടെ എപ്പോഴും എന്താ ഒരു കൺഫ്യൂഷൻ. എംഎംഎഫ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ മാഗ്നറ്റിക് ആണോ അല്ലെങ്കിൽ മാഗ്നറ്റോ ആണോ? നിങ്ങൾ കൃത്യമായിട്ട് ഒരു എക്സാം ഹാളിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു കൺഫ്യൂഷൻ അവിടെ വരും, നിർബന്ധമാണ്. ആ കൺഫ്യൂഷൻ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ പഠിച്ചിരിക്കണം. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങളവിടെ പഠിച്ചിരിക്കണം. മാഗ്നറ്റോ ആണോ മാഗ്നറ്റിക് ആണോ? അപ്പൊ നിങ്ങൾ കുറച്ചൊന്ന് എന്താ പറയണ്ടേ, എംഎംഎഫ് എനിക്ക് അറിയുന്നതാണ്, എംഎംഎഫ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ റിലക്റ്റൻസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ അതിന്റെ എക്സ്പാൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ കൃത്യമായിട്ട് നിങ്ങളത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ 100% അത് ഡൗട്ട് ആവും. ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ചാൽ എംഎംഎഫിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും മുന്നേ അങ്ങനെ പണ്ടൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. എംഎംഎഫിന്റെ ഫുൾ ഫോം എന്താണ്? സംഭവം എന്താ, സിമ്പിൾ ആണ് സംഭവം. നിങ്ങൾക്ക് നോക്കുമ്പോൾ സിമ്പിൾ ആണ്. എംഎംഎഫിന്റെ ഇക്വേഷൻ അറിയാം, എംഎംഎഫിന്റെ യൂണിറ്റ് അറിയാം, എംഎംഎഫ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയും. പക്ഷെ ഇതിന്റെ ഫുൾ ഫോം എന്താ, ചിലപ്പോ നിങ്ങൾക്ക് എന്താ അവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ദ ആൻസർ എന്താ? ഓപ്ഷൻ സി, മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ് കറക്റ്റ്. ഓക്കെ, അല്ലെ മാഗ്നറ്റിക് മോട്ടോ ഫോഴ്സ് ആണോ അല്ലെ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ആണോ? അത് തെറ്റിക്കരുത്, സിമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് അഡോപ്റ്റഡ്. സ്റ്റാറ്റിക് ആകുമ്പോൾ എപ്പോഴും എന്താ ട്രാൻസ്ഫോമേഴ്സിലാണ് ഉണ്ടാവുക അല്ലെ, സ്റ്റാറ്റിക് ഡിവൈസ്. ഐഡന്റിഫൈ ദി കറക്റ്റ് സീക്വൻസ് റിലേറ്റഡ് ടു ദി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്.
അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്ന ഫിഗർ ഉണ്ടായിരുന്നു, ഫിഗർ മിസ്സിംഗ് ആണ്. കുഴപ്പമില്ല, നമുക്കിതെങ്ങനെ നമുക്കവിടെ നോക്കാം. ഇതിലിപ്പം എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ ഫോർ ഫിംഗർ ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഫോർ ഫിംഗർ ആയിട്ട് എടുക്കാം. പിന്നെ വൈ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം, മിഡിൽ ഫിംഗർ ആയിട്ട് എടുക്കാം. സെഡ് എന്ന് പറയുന്നത് തമ്പായിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഫോർ ഫിംഗർ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡിനാണ് അല്ലെ. ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനും മിഡിൽ ഫിംഗറും കറന്റിനും, അതേപോലെ തമ്പോ തമ്പ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലെങ്കിൽ മോഷനാണ്. അപ്പൊ അവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവും. സിമ്പിൾ ആണ്, തെറ്റിക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് if an electromagnet contains 100 turns and carries a current of 5 ampere, find the reluctance if the flux produced by the electromagnet is 0.2 Weber. ഇതെങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? ഫ്ലക്സ് എന്ന് പറയുന്നത് MMF ബൈ റിലക്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഫ്ലക്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, റിലക്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. MMF തന്നിട്ടില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. പക്ഷെ MMF എന്ന് പറയുന്നത് നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? N തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്. അപ്പൊ അതിന് MMF കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന് ഇക്വേഷൻ എങ്ങനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? Reluctance should be equal to MMF by flux. MMF എന്ന് പറഞ്ഞാൽ NI by 5. N എത്ര? 100 turns, 5 ampere. Flux 0.2. 500 divided by 0.2. 500 by 0.2 എന്ന് പറയുമ്പോൾ 2500. 2500 MMF ന്റെ ആംബർ ടേൺസ്, ഫ്ലക്സിന്റെ വെബർ. അപ്പൊ ആംബർ ടേൺസ് പെർ വെബർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, 2500. 26. Which of the following statement is correct regarding the magnetic effect of electric current? Greater the current through the conductor, stronger is the magnetic field produced. Right hand grip rule can be used to determine the direction of magnetic field. Correct ആണ്. Magnetic field near the we can become strong. ഇല്ല, പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഓപ്ഷൻ ബി, ഓൺലി 1 and 2 ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. 27. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് ദി ഫ്ലെമിംഗ്സ് റൂൾ? ഓൾറെഡി നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും കൃത്യമായിട്ട് പറഞ്ഞാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും ഓരോന്നും എന്താണ്, ഓരോ ഫിംഗർ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. തെറ്റിക്കരുത്, എല്ലാവരും ആൻസർ കമന്റ് ചെയ്യണം. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ അവിടെ കമന്റ് ചെയ്യാം. 29. ആസ് പെർ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ദ ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ. ഫോർ ഫിംഗർ എന്തിനാണ്? കമന്റ് ചെയ്യുക. കാരണം വെച്ചാൽ നമ്മളെ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും ഇഷ്ടം പോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതുമല്ല, നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ തെറ്റിക്കരുത്, നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, കാരണം വെച്ചാൽ നമ്മൾ ഇതെല്ലാം ഓൾറെഡി നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്താ നിങ്ങൾ ഓർത്തെടുക്കണം. അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിന്റെ ആൻസർ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ലതാണ്, പക്ഷെ അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബ്രെയിൻ അതൊന്ന് ഉത്തേജിപ്പിക്കൂല. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനിവിടെ ആൻസർ എന്താ നിങ്ങൾക്ക് ഇതാക്കുമ്പോൾ അതെന്താണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം. കുറെ പേര് ആൻസർ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ടാവാം. അതേപോലെ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട വേറൊരു സ്ട്രാറ്റജി എന്താ വെച്ചാൽ, ഞാൻ എന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു അപ്പം തന്നെ നിങ്ങൾ നോക്കുക. ഞാൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്റെ ആൻസർ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളോട് നോക്കുക. ഓക്കെ. 30. The magnitude of force acting on a current carrying conductor placed in a magnetic field is independent of. ക്രോസ് സെക്ഷണൽ ഏരിയ അല്ല, ഇൻഡിപെൻഡന്റ് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഓപ്ഷൻ സി ആണ്, ബാക്കി എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യും. വിച്ച് ഫാക്ടർ അഫക്ട്സ് ദി പൊളാരിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റ്? ഒബിയസ്ലി എന്താ, ഡയറക്ഷൻ ഓഫ് കറന്റ് തന്നെയാണ് അല്ലെ. ഡയറക്ഷൻ ഓഫ് കറന്റ് തന്നെയാണ്
എഫക്ട് ചെയ്യുന്നുണ്ടാവുക. വാട്ട്സ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? പ്രാവശ്യം നമ്മളവിടെ പറഞ്ഞു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഈസ് നത്തിങ് ബട്ട് 5/a. ബി ഈസ് നത്തിങ് ബട്ട് 5/a. അപ്പൊ ഇതിൽ നിന്ന് എന്താ നിങ്ങൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്ന് പറയും പറഞ്ഞോ. ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ പിന്നെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഫ്ലെക്സിന്റെ യൂണിറ്റ് എന്താ? വെബർ. ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, വെബർ പെർ മീറ്റർ സ്ക്വയർ. സെന്റിമീറ്റർ എന്ന് എഴുതിയേക്കല്ല, സ്റ്റാൻഡേർഡ് മീറ്റർ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് കറക്റ്റ്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് റിലക്ടൻസ്? പറഞ്ഞോ, റിലക്ടൻസിന്റെ യൂണിറ്റ് എന്താ? റിലക്ടൻസിന്റെ യൂണിറ്റ് എസ് ഈസ് നത്തിങ് ബട്ട് എൽ ബൈ മ്യൂ എ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതല്ലേ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു MMF ബൈ റിലക്ടൻസ്. അല്ലെങ്കിൽ റിലക്ടൻസ് എന്ന് പറഞ്ഞാലോ MMF ബൈ ഫ്ലക്സ്. MMFന്റെ യൂണിറ്റ് എന്താ? ആംബിയർ ടേൺസ്. ഫ്ലക്സിന്റെ വെബർ. അപ്പൊ ആംബിയർ ടേൺസ് പെർ വെബർ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ യൂണിറ്റിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ എന്താ യൂണിറ്റ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ആംബിയർ ടേൺസ് പെർ വെബർ. ഓക്കെ, ഇതിലിപ്പോ വെബർ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്. വെബർ പെർ മീറ്റർ സ്ക്വയർ എന്തിന്റെ യൂണിറ്റ് ആണെന്ന് എല്ലാവരും കമന്റ് ചെയ്യും. വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ എന്താ? വെബർ പെർ മീറ്റർ അല്ലെങ്കിൽ ആംബിയർ ടേൺസ് പെർ മീറ്റർ. അതിന്റെയൊക്കെ യൂണിറ്റ് ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അത് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ കോസ് ഫോർ ചേഞ്ച് ഇൻ ദി പെർമിയബിലിറ്റി? ചേഞ്ച് ഇൻ ദി പെർമിയബിലിറ്റി എന്താ? ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ വരാം. ഫ്ലക്സ് ഡെൻസിറ്റി ആണ് വരുന്നത്. റെസിപ്രോക്കൽ ഓഫ് റിലക്ടൻസ്. റിലക്ടൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് പെർമിയൻസ്. പെർമിയൻസ് ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാട്ടോ. ദ ഇലക്ട്രിക്കൽ കറന്റ് ഈസ് അനലോഗസ് ടു മാഗ്നറ്റിക് സർക്യൂട്ട്. എന്താ കറന്റ്? ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മൾ കറന്റ് എന്ന് പറയുന്നത് എന്താ പറയണ്ടേ? മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സിന് ഇക്വലന്റ് ആണ് അല്ലെ. ഫ്ലക്സിന് ഇക്വലന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ? ഇലക്ട്രിക് സർക്യൂട്ട്, മാഗ്നറ്റിക് സർക്യൂട്ട്, അപ്പൊ അതിൽ അനലോഗസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ടേബിൾ ആക്കിയിട്ട് പഠിക്കുക. ഓക്കെ, 37. From the given statements which are related to paramagnetic material. Diamagnet, പാരാമാഗ്നറ്റ്, ഫെറോമാഗ്നറ്റ്, അതിന്റെ ഓരോ പ്രോപ്പർട്ടീസ്, ഓരോ വാല്യൂസ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ടേബിള് കമ്പൾസറി ആയിട്ട് എന്താ നിങ്ങൾ അവിടെ പഠിക്കണം. ഓക്കെ, ആ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, ടേബിൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പഠിക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ദ സബ്സ്റ്റൻസ് ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. കറക്റ്റ് ആണ്. ദ സബ്സ്റ്റൻസ് മൂവ് ഫ്രം weak field to the strong field in a non-uniform magnetic field. കറക്റ്റ് ആണ്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആണോ? റിലേറ്റീവ് പെർമിയബിലിറ്റി ലെസ് ദാൻ 1 ആണോ? അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡയാ പാരാ ഫെറോ മാഗ്നറ്റിക് കേസിൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്തായിരിക്കുന്നു, റിലേറ്റീവ് പെർമിയബിലിറ്റി എന്തായിരിക്കുന്നു ഒക്കെ എന്താ നിങ്ങൾ പഠിക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കമ്പൾസറി ആണ്, എന്തായാലും വരുന്നുണ്ടാവും. ആ ഒരു ടേബിൾ കമ്പൾസറി ആണ്. ഓക്കെ, from the following options which is correct related to the reluctance of a magnetic material? Reluctance എന്ന് പറയുന്നത് എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ദി മെറ്റീരിയൽ. എൽ ബൈ മ്യൂ എ. എസ് ഈസ് നത്തിങ് ബട്ട് എൽ ബൈ മ്യൂ എ അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ദി മെറ്റീരിയൽ. ടെസ്ല ഇസ് ദി യൂണിറ്റ് ഓഫ് ടെസ്ല എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയറിന്റെ എസ് യൂണിറ്റ് ആണ് അല്ലെ. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ അല്ലെ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ കറക്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം, തിരിച്ചും മറിച്ചൊക്കെ വരാം. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാം. ഓക്കെ, ഇതാ വന്നില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? വെബർ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്, ടെസ്ലയും ഉണ്ട്. അപ്പൊ ബോത്ത് എ ആൻഡ് സി.
ഇല്ല, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. ഞാനിപ്പോ ഇങ്ങനെ എടുത്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? നമ്മളിവിടെ മൂന്നാമത്തെ മൊഡ്യൂളിൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ MMF ഫ്ലക്സ് ഡെൻസിറ്റി റിലക്റ്റൻസ് റിലേറ്റ് ചെയ്ത ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ എന്താ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി റിലക്റ്റൻസ്? ഏത് വരിക? ഹൈ റിലക്റ്റൻസ് ആണോ? അല്ല. നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഹയർ റിലക്റ്റൻസ്, റെസിപ്രോക്കൽ റിലക്റ്റൻസ് ഇസ് പെർമിയൻസ്. ബോത്ത് 2 and 3. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ. ദ ടേം അനലോഗസ് ടു ഇലക്ട്രിക് കറന്റ് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് ഫ്ലക്സ്. അത് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ. വാട്ട് is സിമിലർ ടേം ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് ഫോർ കണ്ടക്ടൻസ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്? കണ്ടില്ലേ, ഇതാണ് ആ ഒരു ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലെ കമ്പാരിസൺ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലും മാഗ്നറ്റിക് സർക്യൂട്ടിലും ഓരോ കമ്പാരിസൺ അത് എന്തുകൊണ്ടാ പറഞ്ഞെന്നില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ എങ്ങനെ വേണമെങ്കിലും എന്താ ക്വസ്റ്റ്യൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, കണ്ടില്ലേ, എന്താ ഇതിലിപ്പം കണ്ടക്ടൻസിനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കണ്ടക്ടൻസ് ആകുമ്പോൾ പെർമിയൻസ്. ഇനിയിപ്പോ വാട്ട് ഇസ് യൂണിറ്റ് ഓഫ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്? MMF യൂണിറ്റ്. MMF എന്ന് പറഞ്ഞ ആംബിയർ ടേൺസ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും എന്താ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രെയിം ചെയ്യാം. വിച്ച് ഡിഫൈൻസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഓൾവേസ് ലാഗിംഗ് ബിഹൈൻഡ് ദി മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്? ഹിസ്റ്ററിസ് അല്ലേ? ഓക്കെ, ഹിസ്റ്ററിസിസ് ലൂപ്പ് ഇമ്പോർട്ടന്റ് ആണ്. അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാം. വിച്ച് ഇസ് ദ കോസ് ഫോർ മ്യൂട്ടേഷൻ ഓഫ് പെർമിബിലിറ്റി ഓഫ് മെറ്റീരിയൽ? ഫ്ലക്സ് ഡെൻസിറ്റി ആണ് അല്ലേ? ഓക്കെ. 47. വാട്ട് കൈൻഡ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് വാട്ടർ? വാട്ടർ എന്ന് പറഞ്ഞ ഒരു ഡയാമാഗ്നറ്റിക്കിന് എക്സാമ്പിൾ ആണ് അല്ലെ? ഓക്കെ. അതേപോലെ പാരാമാഗ്നറ്റിക്കിനും ഫെറോ മാഗ്നറ്റിക്കിനും എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് എല്ലാവരും നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. ഓക്കെ, കമന്റ് ചെയ്യണേ. വാട്ട് ഡയറക്ഷൻ ഇന്റേണൽ ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ഇൻ ബാർ മാഗ്നറ്റ്? സ്വാഭാവികമായിട്ട് സൗത്ത് നിന്ന് നോർത്തിലേക്കാണ് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക അല്ലെ? സൗത്ത് നിന്ന് നോർത്തിലേക്കാണ് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ ബാർ മാഗ്നറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു 2 പീസസ്? അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് പീസിന്റെയും ഒരു സെപ്പറേറ്റ് മാഗ്നറ്റ് ആയിട്ട് ആവുന്നുണ്ടാവും അല്ലെ? അപ്പൊ ഈച്ച് പീസ് വിൽ ബിക്കം എ സെപ്പറേറ്റ് മാഗ്നറ്റ്. ദ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് വിച്ച് ഓപ്പോസസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഈസ് കോൾഡ്? ഓപ്പോസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ റിലക്റ്റൻസ്. സോറി, റിലക്റ്റൻസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. റിലക്റ്റൻസ് ആണ് കറക്റ്റ്. 51. വിച്ച് ഈസ് ദ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? ഡയാമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ തന്നിട്ടുള്ള ഏതാ? വാട്ടർ അല്ലെ? വാട്ടർ ആണ് ഡയാമാഗ്നറ്റിക്. ഓക്കെ. അതേപോലെ ഇതിലിപ്പം സ്റ്റീലൊക്കെ എന്താണ്, ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണെന്ന് എല്ലാവരും ഇന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, സ്റ്റീല്, പ്ലാറ്റിനം. ദ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് റിക്വയർഡ് ടു വൈപ്പ് ഓഫ് ദി റെസിഡുവൽ മാഗ്നറ്റിസം ഈസ് നോൺ ആസ്? ടു വൈപ്പ് ഓഫ് ദി റെസിഡുവൽ മാഗ്നറ്റിസം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ കൊയേഴ്സീവ് ഫോഴ്സ് അല്ലെ? കൊയേഴ്സീവ് ഫോഴ്സ് ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ആൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ മാഗ്നറ്റ്? നാച്ചുറൽ മാഗ്നറ്റിന് എക്സാമ്പിൾ ഏതാ? ലോഡ് സ്റ്റോൺ അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതിൽ അൽനിക്കോ എന്ന് പറയുന്നത് എന്താ? അൽനിക്കോ അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റ്, സോറി, നിക്കൽ അയൺ ഒക്കെയോ? കമന്റ് ചെയ്യാട്ടോ. 54. ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഓപ്പോസസ് ദി ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ഇറ്റ് ഈസ് നോൺ ആസ്? നേരത്തെ ചോദിച്ചത് തന്നെ എന്താ? റിലക്റ്റൻസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 55. ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡിറ്റർമിൻഡ് ബൈ? ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഫ്ലെമിങ്സ് ഫോഴ്സ് ഓൺ എ കണ്ടക്ടർ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഓപ്പോസസ് ദി ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ഇറ്റ് ഈസ് നോൺ ആസ്? വീണ്ടും വന്നു, എന്താ റിപ്പീറ്റ് ആയിട്ട് വന്നാണ്. റിലക്റ്റൻസ് ആണ് കറക്റ്റ്. 57. ഇൻ ഇലക്ട്രിക്കൽ മെഷീൻസ് ലാമിനേറ്റഡ് കോർസ് ആർ യൂസ്ഡ് വിത്ത് വ്യൂ ടു റെഡ്യൂസിങ് ലാമിനേഷൻസ്. എന്തിനാ? ടു റെഡ്യൂസ് ദി എഡ്ഡി കറന്റ് ലോസ്. ലാമിനേഷൻസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു റെഡ്യൂസ് ദി എഡ്ഡി കറന്റ് ലോസ്. ഫ്രോം ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ? സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്ന ലോ ആണ്, അതേപോലെ നെഗറ്റീവ് ആണ്. They tend to move from high field region to low field region under the influence of non-uniform magnetic field. എന്താ ആൻസർ? It is nothing but our diamagnetic material. Okay, option D, diamagnetic material ഡെഫിനിഷൻ ആണ്.
When a conductor is moved to south direction in a magnetic field, which is directed upwards, then the direction of current conductor will be ഡയറക്ഷൻ ഓഫ് കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഷൻ എന്താ സൗത്തിലേക്കാണ്. ഓക്കെ, പിന്നെ ഫീൽഡ് ഇങ്ങനെ പറയുമ്പോൾ ആവില്ല. അപ്പൊ നേരെ നമ്മൾ നേരെ തിരിച്ചിട്ട് ചെയ്യാം. മോഷൻ ടുവേർഡ്സ് സൗത്ത് ആണ്, ഫീൽഡ് എന്താ അപ്വേർഡ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ കറന്റ് എന്ന് പറഞ്ഞത് ടുവേർഡ്സ് എന്തായിരിക്കും, വെസ്റ്റ് ആയിരിക്കും അല്ലെ. ടുവേർഡ്സ് വെസ്റ്റ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഫൈൻഡ് ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ഇഫ് എൻ EMF ഓഫ് 40 വോൾട്ട് ഇസ് ഡെവലപ്ഡ് അക്രോസ് ഇറ്റ് വിത്ത് ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ റേഷ്യോ ഓഫ് 0.8 വെബർ പെർ സെക്കൻഡ്. 0.8 വെബർ പെർ സെക്കൻഡ്. നമുക്കറിയാം ഈ നത്തിങ് ബട്ട് n ഇൻറ്റു dφ/dt. ഇതാണ് നമുക്ക് 40 വോൾട്ട്. അതേപോലെ n ആണ് കണ്ടുപിടിക്കേണ്ടത് 0.8. n ഇസ് നത്തിങ് ബട്ട് 40/0.8. 400/8. 8 40 50 ആണ് കറക്റ്റ്. ഓക്കെ, കണ്ടില്ല, പെട്ടെന്നാണ് നിങ്ങൾക്ക് ഡൗട്ട് വരാം. പക്ഷേ ഈ നത്തിങ് ബട്ട് n ഇൻറ്റു dφ/dt. Which of the following statement is correct regarding the magnetic materials? ഫെറോ, പാര, ഡയോ. ഡയ, നിങ്ങൾ എന്താ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഫെറോന്റെ കേസിൽ എന്താ സംഭവിക്കുക, ഡയ, പാര. ഡെഫിനേഷനും വേണം, ആ ഒരു ടേബിളും വേണം. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യും. ഓക്കെ ഓക്കെ, ഇതിൽ എക്സാമ്പിൾ ആണ് ചോദിച്ചത്. സോറി, അതെ എക്സാമ്പിൾ ഫെറോ മാഗ്നറ്റിക്, പാര മാഗ്നറ്റിക്, ഡയ മാഗ്നറ്റിക് എക്സാമ്പിൾ ഏതാണെന്നില്ല കാര്യം അല്ലെ. അപ്പൊ ഇതിൽ ഫെറോ മാഗ്നറ്റിക് എക്സാമ്പിൾ ഏതാ, അയൺ കറക്റ്റ് ആണ്. പാരാ മാഗ്നറ്റിക്കിന് അലുമിനിയം, ഡയാ മാഗ്നറ്റിന് ബിസ്മത്ത് കറക്റ്റ് ആണ്. അപ്പൊ ഇത് 1 1 2 2 3 3. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ഏതാ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. What is the effect of surrounding metal placed in a magnetic field? What is the effect of surrounding metal placed in a magnetic field? എഡ്ഡി കറന്റ് ഉണ്ടാവും അല്ലെ. അയൺ ലോസ് ഈസ് നോൺ ആസ്, അയൺ ലോസ് എന്ന് പറഞ്ഞു തന്നെയാണ് എന്ത്, ഹിസ്റ്ററിസ് ലോസും എഡ്ഡി കറന്റ് ലോസും. അയൺ ലോസ് ഇസ് നത്തിങ് ബട്ട് ഹിസ്റ്ററിസ് ലോസ് പ്ലസ് എഡ്ഡി കറന്റ് ലോസ്. വാട്ട് ഇൻഡിക്കേറ്റ്സ് ദ ഷേപ്പ് ഓഫ് BH കർവ് ഓഫ് എ മെറ്റീരിയൽ? BH കർവ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ അല്ലെ. ഓക്കെ, എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് ഹൈ റിട്ടൻറ്റീവ്നെസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് പെർമനന്റ് മാഗ്നറ്റ് അല്ലെ. പെർമനന്റ് മാഗ്നറ്റ് ആണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ കറന്റ് ത്രൂ an ഇൻഡക്ടീവ് കോയിൽ ഡിക്രീസസ് ഫ്രം 8 ആംപിയർ ടു 0 in 0.4 seconds. A 40 volt EMF is induced in it. Then the inductance of the choke coil is nothing but L into di/dt ആണ് അല്ലെ. അപ്പൊ L is nothing but E/di/dt. യുടെ വാല്യൂ നമുക്ക് തന്നിട്ട് എത്ര, 40 വാൾട്ട്. പിന്നെ ചേഞ്ച് ഇൻ കറന്റ് 8/0.4. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും, 40 ഇൻറ്റു 0.4/8. അപ്പോ നന്നായി 16/8 2 കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, 74. ഓക്കെ, ഇനി വാട്ട് വിൽ ബി ദ ഇൻഡക്ടൻസ് വെൻ ദ അയൺ ഓഫ് എൻ അയൺ കോർഡ് കോയിൽ ഇസ് റിമൂവ് ടു മേക്ക് ഇറ്റ് ആസ് എൻ എയർ കോഡ്? അയൺ കോഡിന് എയർ കോഡിലേക്ക് ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഷുഡ് ബി ലെസ് ആയിരിക്കും അല്ലെ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഏരിയ ഓഫ് ദ ഹിസ്റ്ററിസ് ലോസ് ഇസ് എ മെഷർ ഓഫ്, ഏരിയ ഹിസ്റ്ററിസ് ലോസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അതുപോലെ എനർജി ലോസ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇപ്പൊ മൊഡ്യൂൾ 3 കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ അടുത്ത മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 90 ക്വസ്റ്റ്യൻസ് നമ്മളോട് ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.